ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു എൻ്റെ കുർത്ത ബ്രാൻഡിൽ ഞാൻ തുടങ്ങിയ എൻ്റെ ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ ഒരു ഷൂട്ട് പോലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സംഗീതം ഉണ്ടായിരുന്നു, ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സംഗീതത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു സീ ത്രൂ ഒരു കുർത്ത ഡിസൈൻ ചെയ്ത് സ്റ്റൈൽ ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ഷൂട്ട് പോലെ ഞാൻ തന്നെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എവിടെയെങ്കിലും ഞാൻ ലിങ്കും പിൻ ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് ഞാൻ തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുക, തകർത്ത് അഭിനയിക്കുക. കാരണം ലൈറ്റ് ഞാൻ സെറ്റ് ചെയ്യണം, ഞാൻ തന്നെ വീഡിയോ എടുക്കണം, ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടോ നോക്കണം, അത് കഴിഞ്ഞിട്ട് ക്യാമറ എങ്ങനെയാണ് വെച്ചത്, പൊസിഷൻ, ഇതെല്ലാം ചെയ്ത് ഇതിന് ശേഷം ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണം. ഞാൻ പറ്റി ഷോ പോലെ അഭിനയിക്കുകയാണ്. കാരണം എനിക്കറിയില്ല എങ്ങനെ, എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പം ഇങ്ങനെ ആവണം എന്നുള്ളത്. അപ്പം ആ എഡിറ്റ് ചെയ്തിട്ട് ഐ മീൻ ചിലർക്കൊക്കെ ലിപ്സിങ്ക് ഉള്ളതാണ് ഇഷ്ടമായത്. പക്ഷെ ഞാൻ വിചാരിച്ചതൊരു ലിപ്സിങ്ക് ഭയങ്കര ഇല്ലാതെ, പക്ഷേ ഈ പാട്ടുമായിട്ട് മാച്ച് ആവുന്ന തരത്തിൽ ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം ഇത് മൊത്തത്തിൽ വരുമ്പോൾ എന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഉമ്മയുടെ ഒരു പഴയ പട്ടുസാരി, എൻ്റെ സിസ്റ്ററിൻ്റെ 2 സാരിയൊക്കെ വെച്ചിട്ട് ഒരു ഉച്ച സമയത്താണ്, അപ്പോൾ ഭയങ്കര ബ്രൈറ്റ്നെസ് വെളിയിൽ നിന്ന് വരുന്നുണ്ട്, അകത്തുള്ള ലൈറ്റ് മോശമാണ് എന്നിട്ടും. സോ അതുകൊണ്ട് ഞാൻ റിംഗ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് അതിന് ശേഷം ഇതാക്കുവാണ്. ഇത് ഞാൻ കണ്ടു, ഇങ്ങനെയാണ് സെറ്റപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ഷോട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ രണ്ടാമത്തെ ഷോട്ട് എടുക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമറ സെറ്റ് ചെയ്യണം, പിന്നെ എൻ്റെ മേക്കപ്പ് ചെയ്തപ്പം എനിക്ക് ബ്ലഷ് വേണമായിരുന്നു. അതിങ്ങനെ എന്താ പറയുക, ഭയങ്കര ചുവപ്പോ ആവരുത്, പക്ഷേ പുറത്ത് കാണുകയും വേണം. എനിക്ക് അങ്ങനെ തന്നെ വേണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി അധികം ഇട്ടത്. സോ ലൈക്ക് ഭയങ്കര അധികം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുവപ്പാവരുത്, പക്ഷെ എൻ്റെ ഒരു സ്കിൻ ടോണിന് മാച്ചായിട്ടുള്ള തരത്തിലായിരിക്കണം. അങ്ങനെയാണ് ഞാൻ ഇതാക്കിയത്. ആൻഡ് ഓൾസോ ഞാനിങ്ങനെ കുറച്ച് ഇൻസ്പിറേഷൻ വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, വേറെ കുറേ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന റീലിൻ്റെ. അപ്പം അതൊക്കെ അനുസരിച്ചിട്ട് ആണ് ഞാനൊരു വീഡിയോ എടുത്തത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കുർത്തകളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തയ്ക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്തിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ, ഐ മീൻ സബ്സ്ക്രൈബേഴ്സിന് ഫ്രീ ആണോ എന്ന് ചോദിച്ചിട്ട് ഒരാൾ കോമെൻറ്റ് ചെയ്തതിൻ്റെ ഷോർട്സിൽ. സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഡെഫിനറ്റ്ലി ഒരു ഗീവ് അവേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനത്തെ ഒരു തരത്തിൽ ഒരു വളർച്ച എത്തുവാണെങ്കിൽ ഇൻഷാ അല്ലാ. എത്തുവാണെങ്കിൽ ഒരു ഗീവ് അവേക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞാനൊരു ഡിസ്കൗണ്ടൊക്കെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഡിസ്കൗണ്ട് തരുന്നതിനൊന്നും എനിക്ക് യാതൊരു പ്രശ്നമില്ല. ആൻഡ് ഓൾസോ ഞാനൊരു ഭയങ്കര എവിടെയും പോയി പഠിച്ചതോ അല്ലെങ്കിൽ എവിടെയും ക്ലാസ്സിന് പോയി പഠിച്ചതോ ഒന്നുമല്ല. ഞാൻ തന്നെ യൂട്യൂബിലൊക്കെ നോക്കി അല്ലെങ്കിൽ ഷോർട്സൊക്കെ കണ്ട്, പിന്നെ എൻ്റെ ഉമ്മ കുറച്ച് പറഞ്ഞൊക്കെ തന്നിട്ടാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് അവസാനമായിട്ട് ഞാൻ വിചാരിച്ചു, ഐ വാസ് സോ ടയേർഡ്, നല്ല ചൂടായിരുന്നു. ആൻഡ് ഓൾസോ ഇത് ഷിഫോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് ചൂട് ഭയങ്കരമായിരുന്നു. ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ, എനിക്ക് പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് അവസാനം ഇതാണ് എൻ്റെ ഫേവറേറ്റ് പോർഷൻ ഉണ്ടായിരുന്നത് കേട്ടോ ഇതിൻ്റെ അകത്ത്, ഈ വീഡിയോക്കകത്ത് ഇങ്ങനെ കൈ കൊണ്ട് നിൽക്കുന്നതും. ബിക്കോസ് എനിക്കത് വേണമായിരുന്നു, ആൾക്കാർ അത് കാണണം എന്നുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ സീത്രൂ ആയതുകൊണ്ട് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല, പക്ഷേ എനിക്ക് സീത്രൂ ആയത് ആണ് പേഴ്സണലി ഇഷ്ടമായത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തത്. ഇതിപ്പം ഞാൻ എന്തൊക്കെയോ നല്ല ഷോർട്സ് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഡയറക്റ്റ് ചെയ്യാനൊന്നും എല്ലാം ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കുറവുകളും പരിമിതികളും ഒക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സപ്പോർട്ട്, ഓർഡർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഓൾസോ കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ ആൻഡ് ഡു സപ്പോർട്ട് ഇൻ അവർ ജേണി. എനിക്ക് എൻ്റെ യൂട്യൂബ് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു നല്ലൊരു ഫാമിലീനെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ട്. അപ്പോൾ ആ ജേണിയിൽ നിങ്ങളും കൂടെ ഉണ്ടായാൽ എനിക്ക് വളരെയധികം സന്തോഷമായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു. അവസാനം വരെ കാണുമ്പോൾ ഞാനൊരു ട്രാൻസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണിലോട്ട് ഷോളാക്കിയപ്പോൾ ഫോൺ വീഴാൻ പോയ ഒരു കോമഡി സീനും കൂടിയുണ്ട്.